നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മിഥുന മാസഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മേടത്തിൽ കുജൻ, ഇടവത്തിൽ വ്യാഴം, മിഥുനത്തിൽ രവി, ബുധൻ, ശുക്രൻ, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു. കുജൻ ജൂലൈ 12 ഇടവത്തിലേക്കും ശുക്രൻ ജൂലൈ 7 കർക്കിടകത്തിലേക്കും ബുധൻ ജൂൺ 29 കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 1199 ആണ്ട് മിഥുനമാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനും കേൾക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ ധനപരമായ നേട്ടങ്ങൾ കാണാനാകും. അപ്രതീക്ഷിതമായ ധനവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും. കർമ്മരംഗത്ത് താൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നല്ല നേട്ടങ്ങൾ കാണാനാകുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാം. സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും. അവരുടെ ഉയർച്ചയ്ക്കായി പല കാര്യങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടി വരും. സന്താനങ്ങൾക്കായി ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തന്മൂലം മനപ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട്. ആത്മീയത കുറഞ്ഞു വരുന്നതായി കാണാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല ആവശ്യങ്ങൾക്കായി ദമ്പതികൾ തമ്മിൽ അകന്നു കഴിയേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണപ്രദമായ മാസക്കാലമല്ല. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. നേത്രരോഗം, ഉദരസംബന്ധമായ രോഗങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി മുരുകന് നെയ്വിളക്ക് സമർപ്പിക്കുക. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ കർമ്മരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ കാണാനാകും. പല സ്രോതസ്സുകളിൽ നിന്നും വരുമാന വർധനവും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. ദമ്പതി സൗഖ്യം കുറയാം. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അച്ഛനമ്മമാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. ധനച്ചിലവുകളും വന്നു ചേരും. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്കും അത്ര ഗുണകരമല്ല. സന്താന ഭാഗ്യത്തിന് ഉതകുന്ന സമയക്കാലമാണ്. വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. സുഹൃത്ത് സമാഗമം, സുഹൃത്ത് സഹായം എന്നിവ പ്രതീക്ഷിക്കാം. വാഹനങ്ങളുടെ രേഖകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനാകും. എന്നിരുന്നാലും ബിസിനസ് കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. നേത്രസംബന്ധമായ രോഗങ്ങളോ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ട്. ദേവിക്ക് ചുവന്ന ഹാരം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ കർമ്മരംഗത്തെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും. ഏതൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും വിജയം സുനിശ്ചിതമാണ്. ഏതൊരു കാര്യത്തിലും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കുമെങ്കിലും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും കാലതാമസം നേരിടും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടം തന്നെ ഉണ്ടാകും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും അതിനായി അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാനും ആകും. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളോ അലട്ടാനിടയുണ്ട്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. മറ്റുള്ളവരുടെ സഹായം ലഭിക്കാൻ കാലതാമസം നേരിടും. ലോണുകൾ സാങ്ഷനായി കിട്ടും. ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ദമ്പതി സൗഖ്യം കുറയാം. കുടുംബത്ത് അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും. ശത്രുശല്യം വർദ്ധിക്കാം. ബന്ധുക്കളുമായും യോജിച്ചു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. മാതാപിതാക്കളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിനായും ധനച്ചിലവുകൾ വന്നു ചേരാം. പ്രണയപരാജയം ഉണ്ടായേക്കാം. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും കാലതാമസം നേരിടും. ഏതൊരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുമ്പോഴും ചെറിയ ഭാഗ്യക്കുറവ് അനുഭവത്തിൽ വരുന്നതാണ്. ഗ്രഹനിലകൾ പരിശോധിച്ച് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സകൾ തേടേണ്ടതാണ്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. മഹാദേവന് ധാര, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം. തൊഴിലിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് ഉന്നതി, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പലവിധ സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയുമായി യോജിച്ചു പോകാനാകും. കുടുംബത്ത് പങ്കാളിയും സന്താനങ്ങളുമായി നല്ല യോജിപ്പോടുകൂടി സന്തോഷവും സമാധാനവുമായി മുന്നോട്ടു പോകാനാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. എന്നാൽ സന്താനങ്ങളെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗമുണ്ട്. ചില അപവാദങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാൽ എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹനുമൽ സ്വാമിക്ക് വടമാല സമർപ്പിച്ച് വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂർ. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും. കർമ്മരംഗത്ത് ഉയർച്ച, സ്ഥാനമാനങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും. വാഹന കച്ചവടം നടത്തുന്നവർക്ക് ഗുണകരമാണ്. പിതൃസ്വത്ത് സ്വന്തം പേരിലായി വരാനും സാധ്യതയുണ്ട്. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. ദമ്പതി സൗഖ്യം കുറയാം. ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സന്താനങ്ങൾ മൂലം അധിക ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളും അലട്ടാനിടയുണ്ട്. അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ
പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടം തീർച്ചയായും ഉണ്ടാകും. കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ മേഖലകളിലേക്ക് കടക്കാനും പുതിയ പുതിയ അറിവുകൾ നേടുന്നതിനും സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ മാസക്കാലമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും. എന്നാൽ ജീവിത പങ്കാളിയുമായി കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വസ്തു സ്വന്തം പേരിലാകാനും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനും വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും സാധിക്കുന്ന മാസക്കാലമാണ്. സുഹൃത്ത് സഹായം പ്രതീക്ഷിക്കാം. അച്ഛനമ്മമാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പൊതുവെ എല്ലാ കാര്യത്തിലും ചില മടി അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ഗുണകരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും ചില നേട്ടങ്ങൾ കൊയ്യാനും ആകും. എല്ലാ കാര്യങ്ങളും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. പൊതുവെ ഈ മാസം ദോഷങ്ങൾ കുറവാണ്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. നേത്ര സംബന്ധമായ രോഗങ്ങളോ യൂറിനറി ഇൻഫെക്ഷൻസോ വന്നുപെടാനിടയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും. വസ്ത്രാഭരണാദി നേട്ടങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്ത് ശത്രുശല്യം വർദ്ധിക്കാമെങ്കിലും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. പുതിയ കരാറുകളിൽ ഏർപ്പെടാനും അവ വിജയിപ്പിച്ചെടുക്കുവാനും ആകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. മടി മാറ്റിവെക്കുക. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പലവിധ സഹായങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. പ്രണയിതാക്കളുടെ ബന്ധവും ഊഷ്മളമായിരിക്കും. സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വീട്, വസ്തു, വാഹനം എന്നിവയെല്ലാം അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും. എന്നാൽ അവയിൽ നിന്നുള്ള നേട്ടങ്ങളെല്ലാം പിന്നാലെ വന്നോളും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. മുതിർന്നവരുമായും കൂടിയാലോചിച്ച് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടതാണ്. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടി വരും. ധനപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കർമ്മരംഗത്ത് പലവിധ പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി യോജിച്ചു പോകാൻ നന്നേ കഷ്ടപ്പെടും. ഏതൊരു ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടി അനുഭവപ്പെടുന്നതാണ്. കുടുംബത്ത് ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ലോണുകൾ പാസ്സായി കിട്ടും. കടം അധികരിക്കാനും ഇടയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. എന്നിരുന്നാലും നല്ല ശ്രദ്ധ ചെലുത്തി മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. മുതിർന്നവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകണം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം പലവിധ നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും അപ്രതീക്ഷിതമായി ധനപരമായ പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. എല്ലാ മേഖലയിലും ഒരു ദൈവാധീനം കാണാനാകും. മറ്റുള്ളവർ തങ്ങളെ അംഗീകരിക്കാനും അഭിനന്ദിക്കുന്നതിനും സ്നേഹിക്കുവാനും സാധ്യതയുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടേണ്ടി വരും. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല തീരുമാനം ഉണ്ടാകും.
സന്താന സൗഭാഗ്യത്തിനും ഭാഗ്യമുള്ള മാസക്കാലമാണ്. പ്രണയിതാക്കൾക്ക് അത്ര ഗുണകരമായ മാസക്കാലമല്ല. വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി പഠിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. എന്നിരുന്നാലും ഏതു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ ഏതു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോവുക. കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ പലവിധ തടസ്സങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അവയെല്ലാം അതിജീവിക്കാനായി നല്ല പ്രാർത്ഥനകൾ തന്നെ വേണം. ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. പങ്കാളിയുമായും സന്താനങ്ങളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. മനസമാധാനം കുറയാനാണ് സാധ്യത. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കണം. ഉദ്യോഗാർത്ഥികൾ കർമ്മരംഗത്ത് പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയും ചെയ്യും. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും അത്ര നല്ല അനുഭവങ്ങളായിരിക്കണമെന്നില്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ഇടയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ മിഥുനമാസത്തിൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ കൈവരിക്കാനാകും. ധനപരമായ കാര്യങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് പോകണമെന്നില്ല. തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്തും സ്വസ്ഥത കുറയാനിടയുണ്ട്. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. സ്വയം നിയന്ത്രണം ഉണ്ടാകണം. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ അത്യധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ദമ്പതി സൗഖ്യം കുറയാം. പലവിധ സാഹചര്യങ്ങൾ നേരിടുന്നതിനാൽ ജീവിത പങ്കാളിയുമായി അകന്ന് താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. അച്ഛനമ്മമാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കാനിടയുണ്ട്. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. മീനം രാശിക്കാർ ഇപ്പോൾ പാപകർത്തരിയിലാണ് മുന്നോട്ട് പോകുന്നത്. ജന്മത്തിൽ രാഹുവും 2-ൽ കുജനും 12-ൽ ശനിയും ധനം, വാക്ക്, കുടുംബം എന്നീ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനവും യഥാവിധി വഴിപാടുകളും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.